കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങോട്ട് നടക്കൂല. അപ്പൊ ഞാൻ എനിക്കുള്ള ഡ്രസ്സുകൾ ഓളില്ലാതെ ഇന്നിപ്പോൾ മുകളിൽ നിന്നിട്ടാട്ടോ ഇൻട്രോ എടുക്കണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നല്ല, കുറച്ച് ദിവസമായി. ആരാൾ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ പക്ഷേ അന്ന് ഇക്ക അങ്ങോട്ട് എടുത്താണ്ട് കുറച്ച് വീഡിയോകൾ ഇങ്ങനെ എടുത്ത ക്ലിപ്പുകളൊക്കെ ഒരു കൂട്ടി വെച്ചിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഇങ്ങോട്ട് കണ്ടിട്ട് വരും. ഇപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ആൾ എന്നുള്ളത്. അത് കണ്ടിട്ട് വരും. ഇന്നിപ്പോൾ എന്താ ഉറക്കണീക്കണല്ലോ. നീക്ക് അല്ല പഠിച്ചോ, നീ പറഞ്ഞ് നീറ്റ് നമുക്ക് പോണ്ടേ? നമ്മൾ പോവണേ. ഉമ്മക്കും പപ്പാക്കൊക്കെ കുപ്പായി എടുക്കാൻ പോണ്ടേ? നമുക്ക് ഞങ്ങൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർത്തി കുളിപ്പിച്ച് അമ്മാവൊക്കെ ഞമ്മക്കൂട്ടി നോമ്പൊക്കെ തുറന്നു കേട്ടോ. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് പറഞ്ഞാൽ ഇക്കാൻ്റെ ഡ്രസ്സ് എടുക്കാനൊക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നെ മെറ്റീരിയൽ, എനിക്കും ഈ അമ്മക്കുട്ടിക്കും ഞങ്ങളത് മെറ്റീരിയലായിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഉമ്മാക്കൊക്കെ മുമ്പൊക്കെ ഇക്ക ഗൾഫിൽ നിന്ന് പൈസ അയക്കുമ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ഇടുമ്മയും ഞങ്ങളൊക്കെ പെരുന്തമണ്ണക്കൊക്കെ പോയി ഷോപ്പ് ചെയ്ത് അങ്ങനെ പെരുന്നാക്കുപ്പായൊക്കെ എടുക്കില്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ മേടിച്ചിട്ട് കൊണ്ടു കൊടുക്കില്ല കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു കൊണ്ടുപോയിട്ട് എന്താ ഓർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാന്ന് കേട്ടോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഇന്ന് ഓരെ കൂട്ടിയിട്ടുള്ള പിന്നെ ഞാൻ പറയും ഇപ്പൊ ഉമ്മാന്റെ ഒക്കെ മാക്സി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്നും ഒരു പ്രത്യേകത തോന്നൂലല്ലോ. എന്റെ മാക്സി ഇട്ട് പോരൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ആ മാക്സിക്കൊക്കെ ഭയങ്കര സിബത്താണ് ഉമ്മാക്ക്. അത് ഷേപ്പ് ചെയ്യണേലും ഓരോ ഉള്ളിയിലും ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അതുകൊണ്ട് നടക്കും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഉമ്മാക്ക് നല്ല സിബത്താ. കിട്ടിപ്പോലെ നല്ല പാടാണ് കേട്ടോ. നമുക്ക് പോയി നോക്കി വെക്കാം. അമ്മട്ടി ഇതിന്റെ ഒരു പർദ്ദ പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. മാങ്ങെടുത്തോ ഇതിന്റെ ഒരു പർദ്ദ പോലത്തെ ഡ്രസ്സാണ്. എപ്പോഴും ഓടിപ്പോവാൻ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. ഒരു ഡാർക്ക് കളറാവുകൊണ്ട് ഒരു കംഫർട്ടാണ് ഇടാൻ. ഇന്ന് പ്രത്യേകിച്ച് വേറൊരു സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഐഫോണൊക്കെ പുതിയത് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര ഇതാക്കുക. എനിക്ക് അതേപോലത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനം കൂടി ഉണ്ട്. അത് മേടിക്കാനാണ് പോണത്. അതായത് ഞാൻ പറയാറ് എൻ്റെ ശ്വാസം തയ്യൽ മെഷീനാണെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ആ മറ്റൊരു എന്നാലും തയ്യൽ മെഷീനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ആൾക്ക് ഇൻട്രസ്റ്റ് ഒരു സാധനം എന്ന് പറയുമ്പോൾ ആൾക്കാരെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കാതെ നമുക്ക് വേണ്ട എന്നാ വേണ്ടിട്ടില്ല, ഗസ് ചെയ്യണ്ട ആരും. തയ്യൽ മെഷീൻ മേടിക്കണം. എൻ്റെ അടുത്ത് 10-15 വർഷമായിട്ടുള്ള ഒരു മെഷീനാണുള്ളത്. ആ സിംഗറിൻ്റെ ഫാഷൻ മേക്കർ. അപ്പോൾ അതിന് എപ്പോഴും ഇങ്ങനെ ചെറിയ കംപ്ലൈൻറ്റ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സർവീസിന് ഇങ്ങനെ കൊടുക്കും. പുതിയത് മേടിക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ ഹൈ സ്പീഡ് മെഷീൻ ഉണ്ടല്ലോ അങ്ങനത്തെ മേടിക്കാമെന്നൊക്കെ. അപ്പോൾ അതിൽ അങ്ങനെ കുറച്ചുകൂടി നല്ലതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ അത് കിട്ടാനിട്ട് പൊരിവായി. അത് കിട്ടിയിട്ട് വേണ്ട പെരുന്നാൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരിക. അതെ അല്ലേ നോക്കിയപ്പോൾ കണ്ടില്ല. പുതിയ ഷാളാണല്ലോ, കണ്ടിട്ടില്ല. ഓർമ്മല്ല. പെരുന്നാൾക്ക് എടുത്തതാ ഒരു ദിവസം ഒരു പ്രാവശ്യം. അന്ന് എങ്ങനെയൊക്കെയാണാവോ പെരുന്നാളിന് ഇട്ടപ്പോ 2 കൊല്ലൊക്കെ ആയില്ലേ. അതെ രസമുണ്ട് കാണാന്. രൂപ വില വരുന്ന മെൻസ് റെഡിമേഡ് ഷർട്ടുകൾ 498 രൂപയ്ക്ക് മെൻസ് സെക്ഷനിൽ ലഭ്യമാണ്. ശരിയാ, ഇപ്പൊ ഓക്കെ പറഞ്ഞാലേ പിന്നെ അത് ഓക്കെ തന്നെയാണ്, പിന്നെ ഒന്നും നോക്കാല്ല. മാക്സി ഒക്കെ കിട്ടിയേ, മാക്സിയും പുറത്തൊക്കെ സെറ്റായി അതെ. തലയിലിടുന്ന തൊപ്പി അപ്പം ഉമ്മാൻ്റെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി പപ്പാനായിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഇപ്പൊക്കെ റെഡിമെയ്ഡ് ഷർട്ടൊക്കെ എടുക്കാനേ. ഉമ്മ വിലക്കി വെള്ളം കൊണ്ടുപോയാലും ഉമ്മ നീലം പിഴിയണ്ടായിരുന്നു പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് സ്ഥലത്ത് തുണി നോക്കാലോ. ഉമ്മക്കാക്ക് പറ്റിയ പുള്ളിക്കുപ്പായം കണ്ടിക്കരുത് കേട്ടോ. രസമുണ്ട് കാണാന്, രസമുണ്ടല്ലോ കാണാന്. നോക്കി നോക്കി ഇക്ക മിഞ്ഞാന്ന് 4-ാമത് പോയിട്ടൊക്കെ ഇക്കാൻ്റെ പർച്ചേസിങ് ഒക്കെ കഴിച്ചു. ആ തുണിക്കൊക്കെ മേച്ചായിട്ടുള്ള നല്ല കുട്ടി
ഓളെ കാലുമെന്ന് ബില്ലടിച്ചോളൂ. ബില്ലടിക്കാനൊന്നും ഒഴിവില്ല, കാൽമട്ട് കൊടുക്കാന്ന് പറയാം. അപ്പം ഈ കാലിങ്ങനെ വെച്ചു കൊടുക്കും അവർക്ക് ഇത് വെച്ചിട്ട് ബില്ലടിക്കാൻ. പുതിയ ഷൂ ഒന്ന് ഇട്ട് വെക്കാൻ നോക്കിയത്, അപ്പോൾ നോക്കുമ്പത്തിന് തയ്ക്കാൻ സമ്മതിക്കണില്ല. ഇതാ കളർ നല്ല കളറാ. വേറെന്താ? എന്താണ്? ആ നമുക്ക് നോമ്പുണ്ടോ? ആ എത്ര നോറ്റു? സൂര്യനെയും കണ്ടു. ഒരു വിധമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പരിപാടി. ഓക്കെ, നടു റോട്ടിൽ നിന്നിട്ട് നോമ്പ് പൊറിക്കാണ് യാമിക്കുട്ടി. എന്താ ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ കിട്ടിയിരുന്നോ? ഇതിന്റെ ഡ്രസ്സുകൾ തയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇത് വേണ്ടത്. പക്ഷെ ഇത് തയ്ക്കാൻ നല്ല സുഖമാണ്. മെഷീനുമേ ചിത്രം വരക്കണ ആളാണ് കേട്ടോ. പുതിയ മെഷീൻ പഠിക്കുമ്പോൾ അതിമേ ആദ്യമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം. ഇതിന്റെ കൂടെ കത്രിക ഫ്രീ തരൂലോ? പ്രതീക്ഷമായി സാധനമൊക്കെ കിട്ടിയോ? ആ ടാറ്റ നേരെ കൊടുക്ക്, കൈ വീസി കൊടുക്ക്, വീസി കൊടുക്ക്. എല്ലാം അവിടെ ഉണ്ടമ്മ, ചെറിയ പഴമുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിലാ യാമി? ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കണ? അല്ല, മാറ്റി തറ ക്ലാസ്സിലായി. തറ ക്ലാസ്സായി, ലോക്കലാ. ഇപ്പോൾ ഇതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആൾ കേട്ടോ. ഞാനൊരു തയ്യൽക്കാരിയായിട്ട് ഞാനൊരു 17ാമത്തെ വയസ്സ് മുതൽ ഷെഫ്കുട്ടനെ ഗർഭിണിയാകുമ്പോഴാണ് തയ്യലിൻ്റെ ആദ്യ പാഠം എനിക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ പ്രസവം കഴിഞ്ഞ് അന്ന് മുതൽ 17ാം വയസ്സ് മുതൽ 43 വയസ്സ് വരെയും സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ ആളാണ് എനിക്കുള്ളതും നാട്ടുകാർക്കുള്ളതും കൂട്ടുകാർക്കുള്ളതും ദുബായിൽ അറബി പെണ്ണുങ്ങൾക്കുള്ളതും പല പല കാര്യങ്ങൾക്കും കല്യാണ പെണ്ണുങ്ങൾക്കുള്ളതും ഒരുപാട് തരം ഡ്രസ്സുകൾ, ഒരുപാട് സന്തോഷത്തിന് അനുഭവത്തിലേക്കുള്ള സംഭവബഹുലമായ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ തയ്ച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് ഉള്ള ഒരു ഏരിയ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഞാനതിന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് തുടക്കത്തിൽ സാധാരണ ഒരു മെഷീൻ ഉണ്ടായില്ല. പട്ടാമ്പി വീട്ടിൽ അങ്ങനത്തെ ഒരു മെഷീനാണ് ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട്. ആദ്യമായിട്ട് ഞാൻ കൈ കൊണ്ടാണ് തുന്നിയുന്നത്. പിന്നെ അങ്ങനത്തെ സാധാരണ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടോ വെച്ച്, അപ്പോൾ അതിന്മേല തയ്ച്ചിരുന്നത്. പിന്നെ ഞാൻ ഗൾഫിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു ഫാഷൻ മേക്കർ വാങ്ങിച്ചിട്ട് അതിന്മേലാണ് ഞാൻ അറബി പെണ്ണുങ്ങളുടെ ഡ്രസ്സുകളും ഒക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വലിയ നല്ല കമ്പനിയൊന്നും അല്ലായിരുന്നു. പിന്നെ നാട്ടിലെത്തിയിട്ട് എനിക്ക് ഇക്ക വാങ്ങിച്ചു തന്നിരുന്നു. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു 14 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിംഗറിൻ്റെ ഫാഷൻ മേക്കർ കേട്ടോ. അതിന് തയ്ക്കണ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഓവർലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. അതെല്ലായിടത്തും കൊണ്ടുപോകാം. അന്നൊക്കെ ഞാൻ പട്ടാമ്പി വീട്ടിലേക്ക് പോവുക വരിക അങ്ങനെയൊക്കെ ഉള്ളു. എനിക്കാണെങ്കിലോ എൻ്റെ മെഷീൻ എൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് ശ്വാസമില്ലാത്ത പോലെയാണ്. എനിക്ക് ആ മെഷീനാണ് അപ്പോൾ ഇത് ഇഷ്ടം. ഞാനതാണ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യൽ കേട്ടോ. പിന്നെ അതുപോലെ കട്ടിങ്ങിനൊക്കെ ഞാൻ നിലത്തിരുന്നിട്ട് തന്നെയാണ് എന്നും ഈ പറഞ്ഞ ഡ്രസ്സുകളൊക്കെ തയ്ച്ചത് നിലത്ത് വെച്ചിട്ടാണ് എൻ്റെ കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ഈ മെഷീൻ എങ്ങോട്ടേലും കൊണ്ടുപോയി അങ്ങനെ. അപ്പോൾ കറക്റ്റായിട്ട് മെഷീൻ വെക്കാനൊരു സ്ഥലം, വലിയൊരു കട്ടിങ് ടേബിൾ, അതൊക്കെ എനിക്ക് നമ്മൾ തയ്യൽക്കാർക്കൊരു സ്വപ്നമുള്ള സാധനമാണ്. അപ്പോൾ അതിന് വേണം അങ്ങനെ ഒന്ന് വേണമല്ലോ, എനിക്ക് അങ്ങനെ ഒന്ന് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ മെഷീൻ്റെ ഫാഷൻ മേക്കറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് പോലെ ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവും. അപ്പോൾ സർവീസിന് കൊടുക്കും കൊണ്ടും അത് മാറ്റുന്നതിനെ കുറിച്ചിട്ടോ വേറൊരു മെഷീൻ മേടിക്കുന്നതിനെ കുറിച്ചിട്ടോ ഇങ്ങനത്തെ മെഷീൻ മേടിക്കുന്നതിനെ കുറിച്ചിട്ടോ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ മെഷീൻ പുതിയത് വാങ്ങിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എന്നോട്
ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ഈ മെഷീൻ വാങ്ങിച്ചിട്ടോ, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതിമേ അടിക്കൂല എന്നാ പറഞ്ഞത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ തയ്ച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് നിങ്ങൾക്ക് യാമിക്കുട്ടിയുടെ കെട്ടുവള്ളി കുപ്പായം തയ്ച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാനത് ഇന്ന് എടുക്കുന്നുണ്ടാവും, നോക്കട്ടെ. നിങ്ങൾ പറയണ പോലെ സ്റ്റിച്ചിങ് വീഡിയോസുകൾ ഇടണം എന്നൊക്കെ ഉള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങോട്ട് നടക്കൂല. അപ്പോൾ ഞാൻ എനിക്കുള്ള ഡ്രസ്സുകൾ ഓളില്ലാത്ത സമയത്ത് പെട്ടെന്നൊക്കെ ഒരു അടിച്ച് തീർക്കലൊക്കെ കയറി, അല്ലാതെ നിങ്ങൾക്ക് അത് കാണിച്ചു തരൂല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അപ്പം ഇതിമേ നല്ല ഈസിയാണ് ഇത്ര തയ്ക്കാനൊക്കെ. നോക്കി വെക്കാം. ഞാൻ ഇനി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി പെരുന്നാളിൻ്റെ വിശേഷങ്ങളോ അടുത്ത നല്ല വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പിന്നുണ്ടല്ലോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ മെഷീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ മറ്റേ ചാനൽ ഇൻഷാ അല്ലാ ഇടണ്ട് കേട്ടോ, സ്റ്റിച്ചിങ് ചാനലിൽ.